ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ, അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് ബാറൂക്ക് 6:6. എന്നാൽ നിങ്ങൾ ഹൃദയത്തിൽ പറയണം, കർത്താവേ, അങ്ങയെ ആണ് ഞങ്ങൾ ആരാധിക്കേണ്ടത്. ഈ തിരുഹൃദയ മാസത്തിൽ, ഇന്ന് ഈ തിരുഹൃദയ തിരുനാളിൽ ഹൃദയത്തിൽ എഴുതി വെക്കേണ്ട ഒരു തിരുവചനം, എപ്പോഴും നാവിൻ്റെ തുമ്പിലുണ്ടാകേണ്ട ഒരു തിരുവചനം: കർത്താവേ, അങ്ങയെ ആണ് ഞങ്ങൾ ആരാധിക്കേണ്ടത്. എപ്പോൾ ജീവിതത്തിൽ പല കാര്യങ്ങളും ദൈവത്തിലും ഉപരിയായി എത്തുന്നു എന്ന് തോന്നുമ്പോൾ ഹൃദയത്തിൽ പറയണം, കർത്താവേ, അങ്ങയെയാണ് ഞങ്ങൾ ആരാധിക്കേണ്ടത്. അപ്പോൾ ആ കാര്യങ്ങളെ ദൈവം വല്ലാതെ അനുഗ്രഹമാക്കി മാറ്റും. നനച്ചിരിക്കാത്ത സമ്പത്ത് ജീവിതത്തിലേക്ക് എത്തുമ്പോൾ ഹൃദയത്തിൽ പറയണം, കർത്താവേ, അങ്ങയെയാണ് ഞാൻ ആരാധിക്കേണ്ടത്. അപ്പോൾ നഷ്ടപ്പെടുന്നതല്ല, നിലനിൽക്കുന്ന സമ്പത്താക്കി ദൈവം അതിനെ മാറ്റി തീർക്കും. പല കഴിവുകളും ദൈവത്തിലും ഉപരിയെന്ന് തോന്നുമ്പോൾ ഹൃദയത്തിൽ പറയണം, കർത്താവേ, അങ്ങയെയാണ് ഞാൻ ആരാധിക്കേണ്ടത്. അപ്പോൾ ആ കഴിവുകൾ തന്ന ദൈവം വീണ്ടും അനുഗ്രഹത്തിൻ്റെ കഴിവുകൾ തന്ന നിന്നെ അത്ഭുതമാക്കി മാറ്റും. ചില ബന്ധങ്ങളൊക്കെ ജീവിതത്തിലേക്ക് എത്തുമ്പോൾ ഹൃദയത്തിൽ പറയണം, കർത്താവേ, അങ്ങയെയാണ് ഞാൻ ആരാധിക്കേണ്ടത്. അപ്പോൾ ആ ബന്ധങ്ങളെ നന്മയുടെ ബന്ധങ്ങളാക്കി, ദൃഢതയുള്ള ബന്ധങ്ങളാക്കി ദൈവം മാറ്റി തീർക്കും. പിന്നെ ഹൃദയം വല്ലാതെ പൊടിയുമ്പോൾ, ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളും നമ്മെ തളർത്തിക്കളയുമ്പോൾ ഹൃദയത്തിൽ പറയണം, കർത്താവേ, അങ്ങയെയാണ് ഞാൻ ആരാധിക്കേണ്ടത്. നിന്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും തൊട്ടറിയുന്ന ദൈവം, ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനായ നിന്റെ കർത്താവ് നിന്റെ തൊട്ടടുത്ത് വന്ന് നിന്നെ ആശ്വസിപ്പിക്കും. രോഗത്താൽ വല്ലാതെ തളരുമ്പോൾ, ജീവിതം പോലും അവസാനിച്ചു പോകും ഈ രോഗത്താലെന്ന് ചിന്തിച്ചു പോകുമ്പോൾ നിങ്ങൾ ഹൃദയത്തിൽ പറയണം, കർത്താവേ, അങ്ങയെയാണ് ഞങ്ങൾ ആരാധിക്കേണ്ടത്. വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കുമെന്ന് അരുളി ചെയ്ത നിന്റെ നാഥൻ നിന്റെ അടുത്തേക്ക് വന്ന് നിന്നെ തൊട്ട് സുഖപ്പെടുത്തിക്കൊണ്ട് പറയും, എനിക്കും മനസ്സുണ്ട്, നിനക്ക് സുഖമാകട്ടെ എന്ന്. പല വഴികളും അടഞ്ഞു പോകുമ്പോൾ, പല വാതിലുകളും ജീവിതത്തിന്റെ മുന്നിൽ കൊട്ടി അടയ്ക്കപ്പെടുമ്പോൾ നിങ്ങൾ ഹൃദയത്തിൽ പറയണം, കർത്താവേ, അങ്ങയെയാണ് ഞാൻ ആരാധിക്കേണ്ടത്. ഞാനാണ് വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞവൻ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും, പുതിയ വഴിയായി, വാതിലായി. ജീവിതത്തിന്റെ ഏത് സന്ദർഭത്തിലും, ജീവിതത്തിന്റെ ഏതവസ്ഥയിലും ഹൃദയത്തിൽ പറയാം, കർത്താവേ, അങ്ങയെയാണ് ഞാൻ ആരാധിക്കേണ്ടത്. കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി